പൊളിറ്റിക്കലി കറക്റ്റിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ വീക്ഷണം എൻ്റെ മാത്രം വളരെ പേഴ്സണലായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണമാണ്. ഏതൊരു സംഘടനകളുമായിട്ടോ പാർട്ടികളുമായിട്ടോ മതസംഘടനകളുമായിട്ടോ മതഗ്രൂപ്പുകളുമായിട്ടോ ബന്ധപ്പെടുത്തി ഉള്ള ചിന്തയല്ല. ദയവ് ചെയ്ത് അത്തരം വിമർശനങ്ങൾ ഇതിൽ നടത്തരുത്. ഇത് ഒരു സ്വതന്ത്രനായ ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമായി മാത്രം ചെയ്യുന്ന വീഡിയോയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ ചാനലുകളിലും TV ചാനലുകളിലും പത്രങ്ങളിലും നമ്മൾ അൻവറിനെ കുറിച്ചുള്ള പല കഥകളും കേൾക്കുന്നു. അൻവറിന്റെ പുതിയ പുതിയ ന്യൂസ് വരുന്നു. TV ചാനലുകൾ അത് ആഘോഷിക്കുന്നു. അൻവറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അൻവറുമായി വളരെ അടുത്ത ഒരു സാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് PC ജോർജ്. എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഇവർ തമ്മിൽ സാദൃശ്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എങ്ങനെയാണ് ഇവർ അടുത്ത് നിൽക്കുന്നത്, എങ്ങനെയാണ് ഇവർ അകലെ നിൽക്കുന്നതെന്ന് നോക്കേണ്ടത് കേരള സമൂഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതിക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. മുഖ്യമായി ഇവർ രണ്ടുപേരും തന്നെ വളരെ സ്വതന്ത്രരായിട്ട് നിന്നുകൊണ്ട് ഒരു മത്സരം കാഴ്ചവെക്കുകയും ജയിച്ചു വന്നവരുമാണ്. രണ്ടുപേരും, ഒരാള് വലതുപക്ഷത്ത് PC ജോർജ് വലതുപക്ഷം ചേർന്ന് നിൽക്കുകയും PV അൻവർ ഇടതുപക്ഷം ചേർന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചവരാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും തങ്ങളുടെ രക്ഷയ്ക്ക് തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന അറിവിനാൽ തന്നെ തങ്ങൾ അപാര ധൈര്യവാന്മാരാണെന്നും മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്ന കാര്യത്തിൽ വളരെ മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. രണ്ടുപേരും തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പലതവണ പ്രവർത്തനം നടത്തി കഴിഞ്ഞു. അത് കേരള സമൂഹം കണ്ടതാണ്. PC ജോർജ് വലതുപക്ഷത്ത് ചേർന്ന് നിന്ന് അവിടെ സർക്കാരിന്റെ ചീഫ് വിപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ലൈന് പിടിച്ച് തനിക്ക് എന്തൊക്കെ രഹസ്യങ്ങൾ അറിയാം എന്നുള്ള തരത്തിൽ വലതുപക്ഷത്തെ തന്നെ സർക്കാരിനെ തന്നെ വിമർശിക്കുന്ന നിലപാടെടുത്തു. ഇത് മാത്രമല്ല, ഈ രണ്ട് നേതാക്കളും തങ്ങളുടെ കയ്യിൽ ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട് എന്ന തരത്തിൽ ജനങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ പ്രവർത്തനം നടത്തുകയും അത്തരത്തിലുള്ള മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുകയും പക്ഷേ പിന്നീട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാത്ത തരത്തിൽ ഒന്നുമില്ലാതായി പോവുകയും ചെയ്യുന്ന അവസ്ഥയും കേരള സമൂഹം കണ്ടതാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, കേരള സമൂഹത്തിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന് ഒരു വലിയൊരു ഇമേജ് ഉണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, MLA ആയി തുടങ്ങിയ കാലം മുതൽ തന്നെ അദ്ദേഹം ഒരു നല്ല ഇമേജ് നിലനിർത്തി പോരുന്ന ഒരു നേതാവാണ്. എതിർപക്ഷത്തുള്ള ആൾക്കാർക്ക് പോലും ഉമ്മൻചാണ്ടിയെ കുറിച്ച് വലിയ നല്ല ബഹുമാനമുള്ള അങ്ങനെയുള്ള ബഹുമാനം നേടിയെടുത്ത ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ ബഹുമാനം കിട്ടിയെന്നതിൽ സംശയമില്ല. എങ്കിൽ പോലും PC ജോർജ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് സരിത കേസില് ലൈംഗിക അപവാദ ചുമയുള്ള വളരെ വൃത്തികെട്ട കമന്റ് പറയുകയും താറടിച്ച് കാണിക്കുകയും ഉമ്മൻചാണ്ടിയെ ഒരു ബഹുമാനവുമില്ലാത്ത ആളാക്കി തീർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുകയും അതിനെ ആവശ്യമായിട്ടുള്ള തെളിവുകൾ കോൺഗ്രസിലെ തന്നെ എതിർപക്ഷത്തിന് പോലും കാണിക്കാൻ പറ്റാത്ത നിലയിലായി തീരുകയും വലതുപക്ഷ സർക്കാരിന്റെ മുന്നണിയിൽ നിന്ന് PC ജോർജിനെ പടിയടച്ച് പിണ്ണം വയ്ക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. അങ്ങനെ രാഷ്ട്രീയ വനവാസം നേടിയെടുത്ത ഒരു വ്യക്തിയാണ്, നാക്കുകൊണ്ട് തോറ്റുപോയ ഒരാളാണ് PC ജോർജ്. എന്നാൽ PV അൻവർ അങ്ങനെ അപഹാസ്യനായല്ല ഇടതുപക്ഷം വിട്ട് പുറത്തേക്ക് പോയത്. PV അൻവർ പോയത് ഇടതുപക്ഷത്തിന്റെ നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് വലിയ അപവാദങ്ങൾ നിർത്തിക്കൊണ്ട് ജനസമക്ഷത്തിൽ പറഞ്ഞുകൊണ്ടാണ് PV അൻവർ ഇടതുപക്ഷം വിട്ടുപോകുന്നത്. PV അൻവറിന്റെ പ്രധാന ആരോപണം ഇടതുപക്ഷം അഴിമതി കാണിക്കുന്നു എന്നുള്ളതല്ലായിരുന്നു, സ്വജനപക്ഷപാതം കാണിക്കുന്നു എന്നുള്ളതായിരുന്നു.
കേരളത്തിലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന മിക്കവാറും വോട്ടർമാർക്കെല്ലാം അറിയാം, EMSന്റെ കാലം മുതൽ തുടങ്ങി സ്വജനപക്ഷപാതം എന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥിരം നയമാണ്. അവർ നിലനിർത്തി പോരുന്ന നയങ്ങളിൽ ഒന്നാണ്. അതിന് ലോജിക്കലായ ഒരു കാരണം കൂടിയുണ്ട്. അത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോജിക്കലായ കാരണം എന്താണ്? വളരെ താഴ്ന്ന നിലയിൽ നിന്നും, സാമ്പത്തികമായി പറഞ്ഞാൽ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്നും വരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം നേടാൻ സാധ്യതയുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അവർ അധികാരത്തിൽ വരുമ്പോൾ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നും ഉള്ള ജനങ്ങളെ അധികാരത്തിന്റെ ഇടനാഴികളിൽ തിരികെ കയറ്റിയാൽ മാത്രമേ അവർക്ക് സ്ഥിരമായിട്ടുള്ള നിലനിൽപ്പ്, സ്ഥിരമായിട്ടുള്ള കൺട്രോൾ അധികാരത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് സ്വാഭാവികമായി നമുക്കറിയാം. അതുമാത്രമല്ല, സാമൂഹ്യപരമായി ഒരു തുല്യത, ഒരു സോഷ്യലിസം നിലനിർത്തുന്ന ഒരു ആദർശം സൂക്ഷിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ, പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷ പാർട്ടികൾ എന്നും തന്നെ സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ജനങ്ങളെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരെ മുകൾ തട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുന്ന സ്വജനപക്ഷപാതം എന്ന നിലയിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു ഫോക്കസായി ആ സ്വജനപക്ഷപാതം വളർന്നിട്ടുണ്ട് എങ്കിൽ, ചില നേതാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടാത്ത രീതി വരുന്നു എങ്കിൽ മാത്രമാണ് ഇതിനെ നമുക്ക് വിമർശിക്കാൻ കഴിയുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായി ഇടതുപക്ഷ പാർട്ടികളുടെ നയ സമീപനമാണ് ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതം എന്ന് പറയേണ്ടി വരും. താഴെക്കിടയിലുള്ള ജനങ്ങളെ, സാമ്പത്തികമായി വലിയ നിലയിലല്ലാത്ത ജനങ്ങളെ, തൊഴിലാളി വർഗത്തെ മുകൾ നിലയിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ സമൂഹത്തെ ഉന്നമനം ഉണ്ടാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമാണ് എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. അതിനാൽ തന്നെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഏതൊരു പാർട്ടിയും, ഈ നയം നന്നായി മനസ്സിലാക്കുന്ന ഏതൊരു പാർട്ടിയും തന്നെ അൻവറിനെ സപ്പോർട്ട് കൊടുക്കുകയോ അൻവറിനോടൊപ്പം പോവുകയോ അൻവറിന് വേണ്ടി സംസാരിക്കുകയോ അൻവറിനെ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് നാം കാണേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസം, രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസം എന്നും തന്നെ ആദർശത്തിനെ അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ആദർശമോ അല്ലെങ്കിൽ അവരുടെ രീതികളോ, ചുരുക്കി പറഞ്ഞാൽ അവരുടെ തത്വങ്ങൾ, അവരുടെ ദൈവവിരുദ്ധമായ സമീപനം അല്ലെങ്കിൽ ശാസ്ത്രാധിഷ്ഠിതമായ സമീപനം ഒന്നും തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പിന്താങ്ങിക്കൊണ്ട് അറിവ് നേടിക്കൊണ്ട് വന്നിട്ടുള്ള ഒരാളല്ല PV അൻവർ എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് അവരുടെ ആദർശത്തിനെ പിന്താങ്ങുന്നതാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാർ, ആ ഇടതുപക്ഷത്തിലെ മറ്റുള്ള പാർട്ടിക്കാർ ഇതിനെ പിന്താങ്ങുമെന്നോ, അല്ലെങ്കിൽ ഇത് അവിടെ ഒരു നോർമലാണ്, ഒരു ലേറ്റസ്റ്റ് നോർമലാണ് എന്നോ മറ്റോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് PV അൻവറിന് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നുമുള്ള ഒരു സപ്പോർട്ട് PV അൻവറിന് ലഭിച്ചില്ല എന്നതിൽ അത്ഭുതമില്ല. ഇത് മാത്രമല്ല, മുൻ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാരിന്റെ പക്ഷപാതത്തെ കുറിച്ചല്ലാതെ ഗവൺമെന്റിന്റെ അഴിമതിയെ കുറിച്ച് പറയാൻ കഴിയാത്ത നിലയിൽ നിൽക്കുമ്പോൾ PV അൻവർ അപഹാസ്യനാകപ്പെടുന്നു. അല്ലെങ്കിൽ പുലി വരുന്നേ പുലി എന്ന് പറയുന്ന കഥ പോലെ ഇതിന് തെളിവുകളില്ലാതെ, ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാതെ PV അൻവർ അന്താളിപ്പിലാകുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. PV അൻവറിനെയും PC ജോർജിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ ഇവർ ഏതൊരു തരത്തിലുള്ള ഗാന്ധിയൻ ആദർശങ്ങൾ അടക്കം ഏതു തരത്തിലുള്ള ഒരു കേന്ദ്രീകൃതമായ ആദർശത്തിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹ്യ നന്മയ്ക്കായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയവരല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള ആദർശങ്ങളില്ല. അത് നമുക്ക് ഇവർ തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗമായിട്ട് കരുതാം. അതുമാത്രമല്ല, ഏറ്റവും രസകരമായി പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും തന്നെ ആ പ്രദേശത്തെ, ഇവർ മത്സരിക്കുന്ന പ്രദേശത്തെ മുസ്ലിം സംഘടനകളുടെ പിന്തുണയോടുകൂടി ജയിച്ചു കയറി വന്നതാണ് എന്ന് പറയുന്നത്
വളരെ രസകരമായിട്ടുള്ള ഒരു താരതമ്യ പഠനമാണ്. ഇവർ തമ്മിലുള്ള മറ്റൊരു താരതമ്യം, ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ മുസ്ലിം സംഘടനകളോടെ വോട്ട് നേടിക്കൊണ്ട് ജയിച്ചു കയറി വന്നവരാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും തന്നെ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ടും തങ്ങളുടെ ധൈര്യം കൊണ്ടും തങ്ങളുടെ ജനങ്ങൾക്ക് തങ്ങളോടുള്ള ആരാധന കൊണ്ടും വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് ജയിച്ചു കയറി വന്നവരാണ് തങ്ങൾ വിചാരിച്ചാൽ ആർക്ക് വേണമെങ്കിലും ഈ വോട്ടുകൾ മറിച്ചു കൊടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് ഇവർ രണ്ടുപേരും. കേരള സമൂഹത്തിന് തന്നെ അപവാദമാണെന്ന് പറയേണ്ടി വരും. കാരണം കേരള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വോട്ട് മറിച്ചു കൊടുക്കൽ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. ഈരാറ്റുപേട്ട പ്രദേശത്ത് ഉള്ള മുസ്ലിം സംഘടനകളുടെ പിന്തുണയോടുകൂടി ജയിച്ചു കയറി വന്ന PC ജോർജ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. പിന്നീടുള്ള കാലഘട്ടത്തിൽ അവരെ തന്നെ ചീത്ത പറയുകയും അവരെക്കുറിച്ച് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും മുസ്ലിം സംഘടനകളെ തള്ളിപ്പറയുകയും അവരുടെ വോട്ട് എനിക്ക് ആവശ്യമില്ല, എന്റെ വോട്ട് ബാങ്ക് എന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് വീമ്പിളക്കുകയും ചെയ്യുന്നത് നാം കണ്ടു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും കിട്ടാതെ പോവുകയും ചെയ്തു എന്നതും നാം കണ്ടു. എന്നാൽ PV അൻവറിന്റെ കാര്യത്തിലും ഇതേ സ്ഥിതി ഉണ്ടാകുമോ? നിലമ്പൂരിൽ ഇതേ സ്ഥിതി തന്നെ ഉണ്ടാകുമോ? അല്ലെങ്കിൽ എന്തായിരിക്കും PV അൻവറിന്റെ ഭാവി എന്നുകൂടി അടുത്ത കാലത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് കേരളം PV അൻവറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള മുസ്ലിം സംഘടനകളുടെ പിന്തുണ PC ജോർജിന് ഇല്ലാതെ പോയെങ്കിൽ ഇപ്പോഴും PV അൻവറിന് അത് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെയോ ജാതി സംഘടനയുടെ മാത്രം പിന്തുണയിൽ ഒരാളിന് ജയിച്ച് കയറാൻ കഴിയുമായിരുന്നുവെങ്കിൽ 90കളിൽ വൻ പാർട്ടി കൊണ്ടുവന്ന NDP കൊണ്ടുവന്ന NSSനും SNDPക്കുമൊക്കെ വലിയ രീതിയിലുള്ള വിജയം നേടാൻ ഇവിടെ കഴിയണമായിരുന്നു. അത്തരത്തിൽ കേരളം ചിന്തിക്കുന്നില്ല എന്നുള്ളത് ചരിത്രത്തിലൂടെ നാം കണ്ടതാണ്. ഇനി PV അൻവറിന് ആ പിന്തുണ നിലനിർത്താൻ കഴിയുമോ എന്നത് നോക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ നിറം, എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് നോക്കുമ്പോൾ കേരളത്തിലെ 80 മുതൽ 85% വരെയുള്ള ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ BJPയിലോ ചേർന്ന് നിൽക്കുന്നവരാണവർ. വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ട്. കേരളത്തിലെ 100% ജനങ്ങൾക്കും വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ 80% അങ്ങനെ നിലനിൽക്കുമ്പോൾ മൊത്തത്തിൽ ഒരു 35%, ഒരു 80 മുതൽ 90% വരെ വോട്ട് നടന്നാൽ പോലും അതിലൊരു 35% വോട്ട് നേടുന്ന ആളായിരിക്കും ഇവിടെ ജയിക്കുന്നത്. അല്ലാതെ 50ഓ 60ഓ ഒരു മാസ് വോട്ടിംഗ് പാറ്റേൺ കേരളത്തിലില്ല. അത് ഈ ഗർജിക്കുന്ന സിംഹങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയില്ല. ഏത് മണ്ഡലത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുമ്പോഴും കേരളത്തിലെ 14 ജില്ലകളിലുള്ള എല്ലാ മണ്ഡലങ്ങളെക്കുറിച്ചും നമ്മൾ നോക്കിയാൽ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ വ്യക്തമായിട്ടുള്ള ഇടതുപക്ഷ വോട്ടുകളുണ്ട്, വലതുപക്ഷ വോട്ടുകളുണ്ട്. അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും 30-30 അല്ലെങ്കിൽ 35-25 അങ്ങനെയുള്ള രീതിയിലാണ്. ചെറിയ വ്യത്യാസം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. ആവറേജ് ഒരു 8 മുതൽ 12% വരെ പല സ്ഥലങ്ങളിലായിട്ട് BJPക്ക് അവരുടേതായിട്ടുള്ള വോട്ട് ബാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഒരു 80% പോയാൽ ബാക്കി വരുന്നത് ഒരു 15-20% പേർക്ക് മാത്രമേ ഒരു സ്വതന്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളൂ, അല്ലെങ്കിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ജനങ്ങളാണെന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ ഉള്ള ജനങ്ങൾ, വോട്ടർമാർ ഉള്ളൂ. ആ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരിൽ തന്നെ 20% ഉണ്ടെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു 15% തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കക്ഷിക്ക്, ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ ആദർശമൊന്നും ഉണ്ടാകില്ല, അവര് പിന്തുണക്കാരൊന്നും ആയിരിക്കില്ല. എങ്കിൽ പോലും
അവര് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, സ്ഥിരമായി ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുന്നവരാണ്. ഇതെല്ലാം കഴിഞ്ഞു വരുന്ന വെറും ഒരു 5% മാത്രമാണ് ശരിക്കുമുള്ള ഈ കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള നിഷ്പക്ഷവാദികൾ. അവരെന്താ ചെയ്യുന്ന പറഞ്ഞാല് ആ ഇലക്ഷൻ നടക്കുന്ന സമയത്തുള്ള രാഷ്ട്രീയ കാലാവസ്ഥ പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും വലതുപക്ഷത്തോ ഇടതുപക്ഷത്തോ BJPക്കോ വോട്ട് കൊടുക്കുകയും അവരെ ജയിപ്പിക്കുകയും ചെയ്യും. ഇത് കൂടാതെ നടന്നിട്ടുള്ള പല അടിയൊഴുക്കുകളും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാരണവശാലും നമുക്ക് ഒരു പക്ഷത്തു നിന്നുള്ള വോട്ടുകൾ നമുക്ക് ഒരു സ്വതന്ത്രന് നേടിയെടുക്കാം എന്ന് പറയുന്നതിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയുണ്ട്. അത് കാരണമെന്ന് പറഞ്ഞാല് ഇപ്പോ നിലമ്പൂർ തന്നെ, നിലമ്പൂർ കുഞ്ഞാലി 2 പ്രാവശ്യം ജയിച്ച മണ്ഡലമാണ്. അപ്പൊ ഇടതുപക്ഷ മണ്ഡലമല്ല, ഇടതുപക്ഷത്ത് അവിടെ വോട്ട് ബാങ്ക് ഇല്ല എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. അതിനുശേഷം കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ പോലും അൻവർ അവിടെ വരുമ്പോ അതില് അൻവറിന് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള വോട്ടുകൾ എല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളായിരിക്കും. ആ വോട്ടുകൾ മാറി ഒരു സ്വതന്ത്രനിലേക്ക്, ഇടതുപക്ഷ സ്വതന്ത്രൻ അല്ലാത്ത ഒരു സ്വതന്ത്രനിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിക്കും അതിനാൽ തന്നെ ബേസിക് ആയിട്ടുള്ള ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമുള്ള 30% അല്ലെങ്കിൽ 35% വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സ്വതന്ത്രന് ഏതെങ്കിലും ഒരു പ്രദേശത്ത് കടുത്ത രാഷ്ട്രീയ വിരോധപരമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നില്ല എങ്കിൽ 35% വോട്ടുകൾ നേടുക എന്നത് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇമ്പോസിബിൾ ആണ്. ഒരിക്കലും തന്നെ അൻവറിന് നേടാൻ കഴിയില്ല എന്ന് അൻവറിന് അറിയാം. അതിനാൽ തന്നെയാണ് അൻവർ ഇപ്പോ ഐക്യജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത്. സ്വതന്ത്രനായിട്ട് ഇപ്പൊ മത്സരിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരു ജയം ഉണ്ടാകില്ല എന്ന് അൻവറിന് അറിയാം. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും, അഖിലേന്ത്യാ നേതാക്കളെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നത് യാതൊരു തരത്തിലും ഒരു വിജയകരമായിട്ടുള്ള ഒരു ഫോർമുലയായിട്ട് കേരള ജനത കാണുന്നില്ല. അൻവറിന് തന്നെ അത് നന്നായിട്ട് അറിയാം. വലതുപക്ഷം വിട്ടുപോയാൽ ഒരിക്കലും സ്വതന്ത്രനായി നിന്നുകൊണ്ട് ഈ 30 പ്രപ്പോർഷന്റെ അകത്ത് നിന്ന് കുറച്ച് വോട്ടുകൾ നേടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ബേസിക് ആയിട്ടുള്ള വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജയം ഉറപ്പാക്കാൻ കഴിയൂ എന്നുള്ളതും അൻവറിന് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പിണറായി വിജയനെതിരായിട്ട് വാളെടുക്കുന്ന PV അൻവറിന് നിലമ്പൂരിൽ നിന്നും പിണറായി വിജയന് ഒരു തിരിച്ചടി കൊടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തെക്കുറിച്ച് കേരള ജനത ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ കാര്യം പറയുന്നതിൽ ചിലർക്ക് വലിയ സംശയമുണ്ടാകും. അവിടെ മുസ്ലിം സംഘടനകളുടെ ഇൻഫ്ലുവൻസ് അതെങ്ങനെയാണ് പ്രാവർത്തികമായി വരിക, അവരുടെ സഹായം കൊണ്ട് എങ്ങനെയാണ് അൻവർ ജയിച്ചു കയറാനുള്ള അല്ലെങ്കിൽ അൻവർ പിന്താങ്ങുന്ന ഏതെങ്കിലും ഒരു കക്ഷി ജയിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ടാകും. ഇതിൽ അൻവർ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. അതിനു മുമ്പ് നടന്ന ഇലക്ഷനുകളിൽ അൻവർ ജയിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അൻവറിന് കിട്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വോട്ടുകൾ തുടർന്നും അൻവറിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അൻവറിന് കിട്ടുമോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യം കൂടിയാണ്. ആ സ്ഥലത്തെ നിലമ്പൂരിലെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരടക്കം പ്രമുഖ നേതാക്കൾ തന്നോടൊപ്പം മറ്റൊരു പാർട്ടിയിലേക്ക് വരും എന്ന് നേരത്തെ പ്രഖ്യാപിച്ച ആളാണ് അൻവർ. പക്ഷേ അത്തരത്തിൽ പറയപ്പെടുന്ന ഒരു വ്യക്തികളും ഇതുവരെയും പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. വലതുപക്ഷക്കാർക്ക് പോലും അതിനെക്കുറിച്ച് കമന്റ് പറയാനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിനോടൊപ്പം ഇടതുപക്ഷത്തു നിന്നും കിട്ടിയിരുന്ന വോട്ടുകളെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളുടെ ഗർജിക്കുന്ന സിംഹങ്ങളായിരുന്ന MV രാഘവൻ, KR ഗൗരി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ, കേരള മുഖ്യമന്ത്രിമാരാകാൻ സാധ്യതയുണ്ടായിരുന്ന നേതാക്കൾ, പിണറായി വിജയനേക്കാൾ വളരെ സീനിയർ ആയിരുന്ന ആളായിരുന്നു MV രാഘവൻ.
KR ഗൗരി കേരളത്തിലെ ഒരു ഒരു ആൺകുട്ടിയാണെന്ന് പറയത്തക്കവണ്ണം ഉള്ള ഒരു മന്ത്രിയായിരുന്ന സ്ത്രീയാണ്. ഇവരെല്ലാം തന്നെ ഗർജിക്കുന്ന സിംഹങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഈ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, വലതുപക്ഷത്ത് പോയി പ്രവർത്തിച്ചപ്പോൾ ഇവരെല്ലാം നാക്കില്ലാത്ത എലികളായി മാറിയത് നാം കണ്ടു. ഇവർക്ക് വലതുപക്ഷക്കാരോ ഇടതുപക്ഷക്കാരോ പോലും വോട്ട് ചെയ്യാത്തത് നാം കണ്ടു. അവര് എല്ലാവരും തന്നെ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി മാറിയത് നമ്മൾ കണ്ടു. ഈ കാലഘട്ടത്തിൽ അവരിൽ നിന്നും എത്രയോ ചെറിയ രീതിയിൽ വെറും ഒരു സ്വതന്ത്ര MLA ആയി മാത്രം പ്രവർത്തിച്ച, ഒരു തരത്തിലുള്ള ഫാൻ ഫോളോയിങ്ങും ഇല്ലാത്ത PV അൻവർ, മാത്രമല്ല ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും പോയി സ്വർണ്ണ ഖനനം നടത്തുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്നും റീലുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അത് ജനങ്ങൾ കാണുകയും നിയമസഭയിൽ MLA ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ പലതരത്തിലുള്ള പരാതികളും വരികയും അപ്പോഴെല്ലാം പിണറായി വിജയനാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്ത ആളാണ് PV അൻവർ എന്നുകൂടി നാം മനസ്സിലാക്കണം.